നമ്മളെ സ്നേഹിക്കുന്നവര് എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ലല്ലേ. ചിലപ്പോൾ കുറെ നാള് കാണാതിരുന്ന് പിന്നെ കാണുമ്പോൾ അവര് ടോട്ടലി വേറൊരാളായിരിക്കാം. നമ്മളെ മൈൻഡേ ചെയ്തില്ല എന്ന് വരാം. അങ്ങനെ അവര് മാറുമ്പോൾ നിങ്ങൾക്കും അവരുടെ മാറ്റത്തിനനുസരിച്ച് മാറി അവരെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കുമോ? അതോ പഴയ ആ ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ അവരെ സമീപിച്ച് അവരെ മാറ്റിയെടുത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരുമോ? ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ കഥാനായികയുടെ ജീവിതത്തിൽ നടക്കുന്നു. അവൾ അങ്ങനെ വീണ്ടും അവളുടെ പ്രിയപ്പെട്ടവന്റെ മനസ്സിൽ ഇടം നേടാനായി നടത്തുന്ന ഓരോ ശ്രമങ്ങളും ഒടുക്കം എന്ത് സംഭവിച്ചു എന്ന കാര്യവും വളരെ മനോഹരമായി പറഞ്ഞ ഒരു കഥയാണ്. കഥ തുടങ്ങുന്നത് 16-കാരിയും ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുമായ നമ്മുടെ കഥാനായികയായ ഫറ്റൂബയെ കാണിച്ചുകൊണ്ടാണ്. ഫറ്റൂബ ഒരിക്കൽ അവളുടെ കൂട്ടുകാരുടെ കൂടെ സ്കൂളിലൂടെ നടക്കുന്ന സമയം അവളും മറ്റൊരു പയ്യനും അറിയാതെ കൂട്ടിമുട്ടാണ്. ആ പയ്യനെ കണ്ടപാടെ അവൾക്ക് അവളുടെ കുട്ടിക്കാലം മുതലുള്ള ക്രഷായ ടനാക്കയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഈ അതിലെ പെൺകുട്ടികള് മറ്റു കുട്ടികളെ വല്ലാതെ ഏത് സമയം വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് കാണാൻ കുറച്ച് സുന്ദരികളാണ് എന്ന് തോന്നുന്ന പെൺകുട്ടികളെയാണ് ഇവളുമാര് എപ്പോഴും കമന്റ് അടിച്ച് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുമാര് തന്നെയൊന്നും പറയരുതെന്ന് കരുതി അവളുമാരുടെ കൂടെ കൂട്ടുകൂടി അവളുമാര് പറയുന്നതും കേട്ടാണ് നമ്മുടെ ഫറ്റൂബ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കഫറ്റീരിയയില് ഫുഡ് മേടിക്കാൻ മര്യാദയ്ക്ക് തായെന്ന് ആ സ്റ്റാഫ് പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ കാശ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഫറ്റൂബ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അവളുടെ തൊട്ടടുത്ത് നിന്ന് അവളുടെ ആ ഒരു ഗ്യാങ്ങിൽപ്പെട്ട കൂട്ടുകാരികൾ പോലും അവളെ സപ്പോർട്ട് ചെയ്ത് ഒന്നും പറയുന്നില്ല. ആ സമയത്താണ് ഫറ്റൂബയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എന്നാൽ അവളുമായി വലിയ കൂട്ടൊന്നുമില്ലാത്ത യൂറി എന്ന പെൺകുട്ടിയും ഷൂക്ക എന്ന പെൺകുട്ടിയും ഫറ്റൂബയെ സപ്പോർട്ട് ചെയ്ത് ഫറ്റൂബ കാശ് കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു മുന്നോട്ട് വരുന്നത്. ഈ സമയം ഷൂക്കയെ ഇഷ്ടമുള്ള നമ്മുടെ ടനാക്കയുടെ ഒരു സുഹൃത്തായ അയൻ അവനും കണ്ടു എന്ന് പറയുന്നു. കൂടാതെ അവൻ ഷൂക്കയെ സന്തോഷിപ്പിക്കാനായി ടനാക്കയെ കൊണ്ട് അവനും കണ്ടു എന്ന് പറയിപ്പിക്കുകയാണ്. അങ്ങനെ ഈ 4 പേര് ഫറ്റൂബ കാശ് കൊടുത്തത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് കഫറ്റീരിയയിലെ ക്ലർക്ക് അങ്ങോട്ടേക്ക് എത്തി ആ കൊച്ചു കാശ് തന്നല്ലോ, പിന്നെന്തിനാ ഇപ്പൊ അനാവശ്യമായ ഒരു ടോക്ക് എന്ന് പറഞ്ഞ് വിഷയം മാറ്റി വിടുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ താൻ കള്ളിയാക്കപ്പെടേണ്ട ഒരു എന്നിട്ട് പോലും തനിക്ക് വേണ്ടി സംസാരിച്ച യൂറിയായും ഷൂക്കോയായും ഫറ്റൂബ കൂട്ടുകൂടാൻ തുടങ്ങുന്നു. അവളുടെ ആ കൂട്ടുകെട്ട് അവളുടെ മുന്നത്തെ ആ ഗ്യാങ്ങിലെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളുമാര് ഫറ്റൂബയുമായിട്ടുള്ള കമ്പനിയായിട്ട് നിർത്തുന്നു. ഇത് ഫറ്റൂബയ്ക്ക് സത്യത്തിൽ നല്ല സങ്കടമുണ്ടാക്കി. ഫറ്റൂബ ഇരുന്ന് കരയുന്നത് ശ്രദ്ധിക്കുന്ന ടനാക്ക അവളോട് വന്ന് പറയാണ്, യഥാർത്ഥത്തിൽ നിന്റെ ആ പഴയ കൂട്ടുകാരികള് നിന്നെ സ്നേഹിച്ചിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിനക്കൊരു ആപത്ത് വന്നപ്പോ നിന്റെ അടുത്ത് നിന്ന് നടന്ന സംഭവങ്ങൾ കണ്ടിരുന്ന അവളുമാര് സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയില്ലായിരുന്നു. അവളുമാർക്ക് നാളെ എന്തെങ്കിലും പ്രണയ കേസോ മറ്റോ വന്നു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റർ ആകാതിരിക്കുന്ന പെൺകുട്ടികളെയാ വേണ്ടത്. കൂടാതെ അവളുമാർക്ക് ഇത്തിരി സുന്ദരികളാ മിടുക്കികളാ എന്ന് തോന്നുന്നവളെ അവളുമാര് ഒതുക്കാനും നോക്കുന്നു. അതിൽ പെടാതിരിക്കാനായി നല്ല മിടുക്കിയായിട്ട് പോലും നീയും മര്യാദയ്ക്കൊന്നും ഒരുങ്ങാതെ അവളുമാരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവളുമാരുടെ പുറകിന് നടന്നു. അങ്ങനെ ഇരിക്കെ അവളുമാരുടെ സ്വഭാവം വെളിച്ചത്ത് വന്നു. അത്രയും നീ ഓർത്താ മതി. അവളുമാരുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ നിർത്താൻ കിട്ടിയ ഈ അവസരം നീ വെറുതെ കരഞ്ഞു തീർക്കാതെ നിന്നെ മനസ്സിലാക്കുന്ന നല്ല കൂട്ടുകാരെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ സന്തോഷമായിട്ടിരിക്കുകയല്ലേ വേണ്ടത് എന്നെല്ലാം അവൻ പറയുന്നു. അവന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന അവൾക്ക് അവൻ വീണ്ടും തിരിച്ചെത്തിയ ശേഷം ഇത്ര കൺസേൺഡ് ആയി തന്നെ പറ്റി കാണുന്നത് ഇവരുടെ ക്ലാസ്സിൽ ടീച്ചർ എത്തി സ്പ്രിംഗ് ക്യാമ്പിന് പോകുന്നതിനെ പറ്റി പറയുന്നതാണ്. ക്യാമ്പിന്റെ ഭാഗമായി ഓരോ ക്ലാസ്സിനകത്ത് 5 ഗ്രൂപ്പായി തിരിച്ച് 5 ലീഡർമാരുടെ നേതൃത്വത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ലീഡേഴ്സ് ആവാൻ ആർക്കൊക്കെ താല്പര്യമുണ്ടെന്ന് ടീച്ചർ ചോദിക്കുന്ന സമയം നമ്മുടെ ഫറ്റൂബ കൈ ഉയർത്തുന്നു. അവൾ കൈ ഉയർത്തുമ്പോൾ അവളുടെ കൂട്ടുകാരായ യൂറിയും ഷൗക്കോയും അയനും ടനാക്കയും കൈകൾ ഉയർത്തിയാണ്. അങ്ങനെ ഇവരുടെ ക്ലാസ്സിൽ നിന്ന് ഇവർ 5 പേരും ലീഡർ ആവുന്നു. ഇതേപോലെ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നിന്നും 5 ലീഡേഴ്സ് വീതമുണ്ട്. അങ്ങനെ ഇവർ ക്യാമ്പിനായി പോകുന്നു. മുന്നേ ഞാൻ പറഞ്ഞ പോലെ അയന് ഷുക്കോയെ ഇഷ്ടമാണ്. അവൻ അതുകൊണ്ട് എപ്പോഴും അവളെ തന്നെ നോക്കി ഇരിക്കുകയാണ്. ഇങ്ങനെ ക്യാമ്പിന് വന്നു കഴിയുമ്പോൾ അവൻ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അവനുള്ള ഇഷ്ടമൊന്നും അവനോടില്ല. അവൾക്ക് താല്പര്യം ഇവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറിനോടാണെന്ന്. അത് അവനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഇതേ സമയം ക്യാമ്പിൽ വെച്ച് വേറൊരു ക്ലാസ്സിൽ നിന്ന് ലീഡറായി എത്തിയിരിക്കുന്ന ടോം എന്ന പയ്യനെ ഫറ്റൂബ പരിചയപ്പെടുന്നു. ഫുഡായും പോലും ചോദിക്കാതെ ഇങ്ങോട്ടേക്ക് വന്ന് അവളെ അതിലെല്ലാം സഹായിക്കുന്നത്. കൂടാതെ ക്യാമ്പിന്റെ ഇടയിൽ ഒരു ദിവസം അവരുടെ ഇംഗ്ലീഷ് അധ്യാപകൻ അവരോട് ഇങ്ങനൊരു സ്പ്രിംഗ് ക്യാമ്പ് നടത്തുന്നതിനെ പറ്റിയുള്ള ഗോൾസ് ഒക്കെ പോയിന്റ് വൈസ് എഴുതിക്കൊണ്ട് വരാനായി പറയുന്നു. മുന്നേ നമ്മൾ കണ്ട ടോം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എഴുതി പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫുറ്റാബയുടെ ടേൺ എത്തുമ്പോൾ അവൾക്ക് മര്യാദയ്ക്ക് പ്രസന്റ് ചെയ്ത് സാറിനെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സാർ ആ സമയം അവൾക്ക് ശിക്ഷയായി എംബോസിഷൻ കുറെ വട്ടം എഴുതിക്കൊണ്ടുവരാനായി പറയുന്നു. അങ്ങനെ അന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതെല്ലാം എഴുതി തീർക്കാനായി ഫുറ്റാബ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എഴുതി കുഴഞ്ഞ് അവൾ ഒടുക്കം ഉറങ്ങിപ്പോവാണ്. ആ സമയം നമ്മുടെ ടനാക്കയാണ് അവളുടെ അടുത്തെത്തി അവളുടെ ബാക്കി വർക്കും കൂടി ചെയ്തത് കംപ്ലീറ്റ് ആക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് യൂറി ഫറ്റൂബയോട് ഒരു കാര്യം പറയുന്നത്. അവൾക്ക് ടനാക്കയെ ഇഷ്ടമാണെന്ന്. ഇത് കേൾക്കുമ്പോൾ ഫറ്റൂബയ്ക്ക് അത് വലിയ ഷോക്കായിരുന്നു. പക്ഷെ അവളുടെ മുഖത്തെ ആ ഒരു ടെൻഷനും സങ്കടവും ഒന്നും യൂറി കാണാതെ ഒരു
ഒരുവിധം മാനേജ് ചെയ്യുന്നു. ഇവൾക്ക് ടനാക്കയെ വലിയ ഇഷ്ടമാണല്ലോ, അതും വർഷങ്ങൾ മുന്നേ തുടങ്ങിയ ഇഷ്ടം. അവളെങ്കിലും യൂറിക്ക് വേണ്ടി അവനെ മറക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവൾക്കതിന് സാധിക്കില്ല എന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് യൂറിയുടെ അടുത്ത് വർഷങ്ങളായി താൻ പ്രണയിക്കുന്നവനാണ് യൂറി ഫുക്കുകയാണ്. ടനാക്കയോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഫുട്ടൂബയുമായുള്ള സൗഹൃദമാണ് തനിക്ക് വലുതെന്ന് യൂറി പറയുന്നു. അങ്ങനെ ഇപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും ടനാക്കയെ പഴയതുപോലെ പ്രണയിക്കാനായി അവൾ തുടങ്ങുന്നു. പക്ഷെ ടനാക്ക സൗഹൃദമായ രീതിയിൽ സംസാരിക്കുമ്പോൾ നന്നായി തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രണയത്തിന്റെ ട്രാക്കിലേക്ക് വരുമ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യുക എന്ന് ഫുട്ടൂബയ്ക്ക് മനസ്സിലാവുന്നു. അവൾ രണ്ടും കൽപ്പിച്ച് അവനോട് സംസാരിക്കാനായി അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം അവന്റെ വീട്ടിൽ ഇംഗ്ലീഷ് സാറിനെ കാണുന്ന ഫുട്ടൂബ അന്തം വിട്ടു പോവാണ്. തുടർന്ന് സാറിനോട് സംസാരിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ടനാക്കയുടെ മൂത്ത സഹോദരനാണ് ഇംഗ്ലീഷ് സാർ എന്ന്. പണ്ട് ഇവനൊരു ചേട്ടനുള്ള കാര്യം ഇവൾക്ക് അറിയായിരുന്നു. ആ ചേട്ടൻ പഠനവും ഒക്കെയായി വെളിയിലായിരുന്നു. പക്ഷെ ഇതാണ് ആ ചേട്ടൻ എന്ന് ഇവൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവനാണെങ്കിൽ പറഞ്ഞിട്ടുമില്ല. കൂടാതെ ഇവൻ പേര് മാറ്റിയതിനെ പറ്റി അവന്റെ ചേട്ടൻ പറയുന്നത് ഇവരുടെ പേരൻസ് ഡിവോഴ്സ് ആയ സമയത്ത് അച്ഛന്റെ പേര് കൂടെ വരാതിരിക്കാനായി അവൻ മാറ്റിയതാണെന്നാണ്. കൂടാതെ ഇവൻ ആളാകെ മാറിപ്പോയതിന് പിന്നിൽ അമ്മയുടെ മരണം ഒരു കാരണമാണെന്ന് ചേട്ടൻ പറയുന്നു. അമ്മയുടെ മരണശേഷം പണ്ടത്തെ ഉത്സാഹമോ തമാശ പറച്ചിലോ ഒന്നുമില്ലാതെ വളരെ ഒതുങ്ങി കൂടി പൊക്കോണ്ടിരുന്നത് കൊണ്ടാണ് ഒരു ചേഞ്ചിനായി പഴയ സ്കൂളിലേക്ക് തന്നെ ചേട്ടൻ ഇവനെ വീണ്ടും കൊണ്ടുവന്നത്. അപ്പോൾ അമ്മയുടെ ക്ലിയർ ചെയ്യാനായി അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിനായി ക്ഷണിക്കുന്നു. അവൻ വരാമെന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിലും ആ പ്രോഗ്രാം ദിവസം അവൻ വന്നില്ല. അവൾ ഉടനെ അവനെ വിളിച്ചു നോക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്ന അവന്റെ സംസാരത്തിന്റെ ഇടയിൽ മറ്റൊരു പെൺകുട്ടിയുടെ സംസാരം അവൾ ശ്രദ്ധിക്കുന്നു. കൂടാതെ അവൻ വരാത്തതിന് പ്രോപ്പർ ഒരു റീസൺ പറയാതെ കോൾ കട്ട് ചെയ്യാണ്. ശബ്ദം കേട്ട ആ പെൺകുട്ടി ആരാണെന്ന് പിന്നീട് അന്വേഷിക്കുന്ന സമയം ഫുട്ടാബയ്ക്ക് അത് അവളുടെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി ഒരു പുതിയ സ്കൂളിൽ ടനാക്ക പഠിച്ച സമയത്ത് അവിടെ നിന്ന് അവന് കിട്ടിയ ഒരു ഫ്രണ്ട് ആണെന്ന് മനസ്സിലാവുന്നു. ആ ഫ്രണ്ടിന്റെ പേര് നറൂമി എന്നാണ്. നറൂമിയുമായി പിന്നീട് പല സ്ഥലങ്ങളിൽ ടനാക്ക സമയം ചെലവഴിക്കുന്നത് കറങ്ങി നടക്കുന്നതുമൊക്കെ ഫുട്ടൂബ ശ്രദ്ധിക്കുന്നു. ഒരു ദിവസം ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ടനാക്കയോട് സംസാരിക്കാനായി ഫറ്റൂബ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് അവന് നറൂമിയുടെ ഫോൺ കോൾ വരികയും തുടർന്ന് ഫറ്റൂബയെ അവോയ്ഡ് ചെയ്ത് ടനാക്ക അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവൾ ആകെപ്പാടെ സങ്കടപ്പെട്ട് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് മറ്റേ ടോം വരുന്നത്. അവൻ അവിടെ വെച്ച് അവളോട് സംസാരിച്ച് അവളുടെ സങ്കടമൊക്കെ മാറ്റിയെടുക്കുന്നു. ഇതേ സമയം ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് വെളിയിൽ നിന്ന് ടനാക്ക ശ്രദ്ധിക്കുന്നു. അവൻ യഥാർത്ഥത്തിൽ ഫറ്റൂബയെ ഇഷ്ടമാണ്. പക്ഷെ എന്തോ ഒരു കാര്യം കൊണ്ട് അവളെ അവോയ്ഡ് ചെയ്യുന്നു. എന്തായാലും ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവരുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു. പ്രോഗ്രാമിന് വെളിയിൽ നിന്ന് കുട്ടികളെ ക്ഷണിക്കാവുന്നത് കൊണ്ട് തന്നെ നറൂമിയെ ടനാക്ക ക്ഷണിക്കുന്നു. നറൂമി സ്കൂളിലെത്തി ടനാക്കയുടെ കൂടെ നിൽക്കുന്നത് കാണുന്ന ഫറ്റൂബയ്ക്ക് അത് സങ്കടമാകുന്നു. ആ സമയം ടോം അവിടേക്ക് എത്തി അന്ന് വൈകിട്ട് അവൻ മെമ്പറായ ബാൻഡിന്റെ പ്രോഗ്രാം നടക്കുന്നതിന്റെ ടിക്കറ്റ് കൊടുത്ത ശേഷം പ്രോഗ്രാം കാണാൻ വരണമെന്ന് ഫറ്റൂബയോട് പറയുന്നു. അവൾക്കത് വലിയൊരു ആശ്വാസമായിരുന്നു. ആ ഒരു സമയത്ത് അവൾ അങ്ങനെ അവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് വീണ്ടും ടനാക്ക മാറി നിന്ന് ശ്രദ്ധിക്കുന്നു. അങ്ങനെ ആ ഒരു ബാൻഡിന്റെ പ്രോഗ്രാം കാണാനായി ഫുട്ടാബ ചെല്ലുന്നു. കൂടാതെ അവിടേക്ക് മമ്പൂച്ചിയും നറൂമിയെ കൂട്ടി ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ കാണാനായി. അങ്ങനെ പ്രോഗ്രാമിന്റെ ഇടയിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് ടോം ഫുട്ടൂബയുടെ പേര് ഉറക്കെ മൈക്കിലൂടെ പറയുന്നു. പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന കാണികൾ ഇവർ കപ്പിൾസ് ആണെന്ന് കരുതി ഇവർക്ക് വേണ്ടി ചിയർ ചെയ്യുന്നു. ആ സമയം ടനാക്ക ഫുട്ടാബയുടെ കാതിൽ എന്തോ ഒന്ന് പറയാനായി വരുന്നു. പക്ഷെ അവിടുത്തെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ അറിയാതെ അവളുടെ ചുണ്ടിൽ കിസ് ചെയ്ത് പോവുകയാണ് ആ തിരക്കിൽപ്പെട്ട്. ഈ ഒരു കാര്യം സ്റ്റേജിൽ നിന്ന് ടോമും ശ്രദ്ധിക്കുന്നു. കൂടാതെ ടനാക്കയുടെ കൂടെ ഉണ്ടായിരുന്ന നറൂമിയും ശ്രദ്ധിക്കുന്നു. ഫുട്ടാബ ഈ ഒരു സംഭവത്തിന് ശേഷം ടനാക്കയ്ക്ക് തന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവൻ തന്നെ മനഃപൂർവ്വം കിസ് ചെയ്തതെന്ന് കരുതുന്നു. യഥാർത്ഥത്തിൽ അതൊരു അബദ്ധത്തിൽ സംഭവിച്ചതാണ്. അവൻ അത് അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാൻ തയ്യാറില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ നറൂമി ഉള്ളത് കൊണ്ട് തന്നെ നറൂമിയെ പറ്റി കൂടുതലായി അന്വേഷിക്കുന്ന ഫുട്ടാബയ്ക്ക് മനസ്സിലാവുന്നത് ടനാക്കയുടെ അച്ഛനെയും അമ്മയും പോലെ നറൂമിയുടെ അച്ഛനും അമ്മയും ഡൈവോഴ്സ് ആയവരാണ്. കൂടാതെ ടനാക്കയുടെ അമ്മയെ പോലെ തന്നെ നറൂമിയുടെ അച്ഛനും മരിച്ചതാണ്. രണ്ടുപേരും തുല്യ ദുഃഖിതരായതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം ആശ്വാസം കണ്ടെത്തുന്നു. പ്രത്യേകിച്ച് നറൂമിക്ക് അവളുടെ അമ്മ രണ്ടാമത് കെട്ടി വേറൊരു കുടുംബവുമായി താമസിക്കുന്നത് കൊണ്ട് തന്നെ ആരുമില്ല എന്ന ചിന്തയിൽ ഏത് സമയവും അവൾ ടനാക്കയെ ഡിപ്പെൻഡ് ചെയ്താണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഫുട്ടാബ തന്നെയാണോ അതോ നറൂമിയാണോ നീ തെരഞ്ഞെടുക്കുക എന്ന് ടനാക്കയോട് ചെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കുന്നില്ല. അവൻ തീർച്ചയായും സ്വീകരിക്കുന്നത് അവന്റെ അതേ അവസ്ഥയിലുള്ള നറൂമിയെയാണെന്ന് ഫുട്ടാബയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഫുട്ടാബ ടനാക്ക തന്നെ പ്രണയിക്കുന്നില്ല, തന്നെ ഒരു സുഹൃത്തായി മാത്രമാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വളരെ വിഷമത്തിൽ പോകുന്നു. അവൾ പോയി കഴിഞ്ഞാണ് ടനാക്ക വല്ലാതെ സങ്കടപ്പെടുന്നത് നമ്മൾ കാണുന്നത്. കാരണം യഥാർത്ഥത്തിൽ അവന് ഫുട്ടാബയെ ഇഷ്ടമാണ്. പക്ഷേ നറൂമി എന്ന ഒരു പെൺകുട്ടി ഇടയിലുള്ളത് കൊണ്ടും അവൾ ആരുമില്ലാതെ ഇവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നത് കൊണ്ടും ഇവന് ഫുട്ടാബയെ പ്രണയിക്കാൻ സാധിക്കുന്നില്ല. അതാണ് സത്യത്തിൽ ഇവർക്കിടയിൽ സംഭവിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നറൂമി ആണെങ്കിൽ അവള് വിചാരിച്ച പോലെ ടനാക്കയ്ക്ക് അവളോട് പ്രണയമൊന്നുമില്ല, പുറമെ എന്ത് കാണിച്ചാലും അവൻ ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടം ഫുട്ടാബയോടാണ് എന്ന് മനസ്സിലാക്കുന്നു. അവൾ ആ കാര്യം
കാര്യം അവനോട് തുറന്ന് സംസാരിക്കുന്നുമുണ്ട്. ഞാൻ എപ്പോഴും നിന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്റെ കാര്യങ്ങൾ നോക്കി സ്ട്രോങ് ആയി ഇരിക്കണം, അല്ലെങ്കിൽ നാളെ നിനക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി മാറുമല്ലേ എന്നല്ല. അവൻ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. ഇതേ സമയം സ്കൂളിൽ ടോം ഫുട്ടാബയെ പ്രപ്പോസ് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഒരാൾ അവളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എങ്ങനെ മറുപടി പറയണമെന്ന് അറിയില്ല. അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു. മറുവശത്ത് ടനാക്കയെ അയിൻ ഉപദേശിക്കുകയാണ്. നിന്റെ മനസ്സിലുള്ള കാര്യം എത്രയും പെട്ടെന്ന് ഫുട്ടാബയുടെ അടുത്ത് ചെന്ന് തുറന്നു പറഞ്ഞോ, അല്ലെങ്കിൽ അവസാനം എല്ലാം കൈവിട്ടു പോകുമെന്ന്. പക്ഷേ തന്റെ പ്രണയം ഫുട്ടാബയുടെ അടുത്ത് തുറന്നു പറയാനായി ടനാക്കയ്ക്ക് സാധിക്കുന്നില്ല. കാരണം ഇതിന്റെ ഇടയിൽ ടോം അവളെ പ്രപ്പോസ് ചെയ്തു എന്ന് അവന് നന്നായി അറിയാം. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ടോമിനെ മനസ്സറിഞ്ഞ് പ്രണയിക്കാനോ ടനാക്കയെ മറക്കാനോ ഫുട്ടാബയ്ക്ക് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ നറൂമിക്ക് വേണ്ടി ഇത്രയും നാള് ഫുട്ടാബയെ അകറ്റി നിർത്തിയെങ്കിലും നറൂമി ഇപ്പോൾ അതെല്ലാം മനസ്സിലാക്കി മാറിയെങ്കിലും ടനാക്കയ്ക്ക് ഫുട്ടാബയുടെ പ്രണയം തുറന്നു പറയാനും സാധിക്കുന്നില്ല, അവളെ മറക്കാനും കഴിയുന്നില്ല. അങ്ങനെ ഇടയ്ക്ക് ഇവർക്കിടയിൽ ഒരു ഗ്യാപ്പ് വരുന്നു. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം ക്രിസ്മസ് സമയത്ത് ഈ ഗ്യാങ് വീണ്ടും കണ്ടുമുട്ടുകയാണ്. ആ സമയം ഇത്രയും നാള് പറയാതെ മനസ്സിൽ മൂടി വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഫുട്ടാബയും ടനാക്കയും പ്രണയിക്കാനായി തുടങ്ങുന്നു. ഫുട്ടാബ പണ്ട് തൊട്ടേ ടനാക്കി ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ടനാക്കയ്ക്കും ഫുട്ടാബയെ തിരിച്ചിഷ്ടമായിരുന്നു. പക്ഷെ അവനത് ആ സമയം പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നീട് നറൂമിയെ ഓർത്താണ് അവന്റെ ഉള്ളിലെ പ്രണയം അവൻ ഒതുക്കി വെച്ചത്. ടോമും ഫുട്ടാബയുടെ ഉള്ളിൽ ടനാക്കയാണെന്ന് മനസ്സിലാക്കി അവനും അവരൊന്നു ചേരാനായി പിന്മാറിയത് കൊണ്ട് തന്നെ ഫുട്ടാബ പൂർണ്ണമായും യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ പഴയതുപോലെ തന്നെ ടനാക്കയെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വർഷങ്ങളായുള്ള ഇവരുടെ പ്രണയം അവസാനം രണ്ടുപേരും തങ്ങൾ തമ്മിൽ പ്രണയിച്ചാൽ മറ്റാർക്കെങ്കിലും അത് വേദനിക്കുമോ എന്ന് ചിന്തിക്കാതെ തുറന്നു പറഞ്ഞ് പ്രണയിക്കാനായി തുടങ്ങുന്നു. അങ്ങനെ ഇവർ വളരെ ഹാപ്പി ആയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതുപോലെ ജീവിതത്തിലും പലർക്കും സംഭവിക്കുന്നതാണ്. മറ്റു പലരുടെയും സന്തോഷത്തിനു വേണ്ടി നമ്മുടെ ചില പ്രണയ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെച്ച് അവസാനം ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതൊക്കെ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.